ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ പെരുന്നാളിന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോരോ അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളും ഒക്കെ ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. അന്ന് ഞാൻ 4:10 എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുലർച്ചെ 4:10 എണീച്ച് അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടു. പിന്നെ കുട്ടികളൊന്നും വിളിച്ചുണർത്തിയിട്ടില്ല. കുട്ടികളൊക്കെ ഉണരട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എണീച്ച് കോഴിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു. തലേന്ന് തന്നെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് നിസ്കാരവും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോത്തിന് അതൊക്കെ നന്നായിട്ട് തണുപ്പാറിയിട്ടുണ്ട്. അപ്പോൾ കൈയും കാലും കൂടി ഇങ്ങനെ നൂലിട്ട് കെട്ടണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ കോഴി കുക്കറിലൊരു വിസിലടിക്കണ സമയത്ത് കഴിഞ്ഞ് പോവാതൊക്കെയുള്ളൂ. അല്ലെങ്കിൽ അത് ഒന്നാകെ വിരുന്ന് കൊണ്ടായി നമുക്ക് പൊരിക്കാനെല്ലാം ഗതികേടാണ്. പിന്നെ ഒരു കോഴിൻ്റെ നല്ല ഇറച്ചിയുള്ള തുണ്ടൻ ഭാഗം മാത്രം മാറ്റി വെച്ച് അതാണ് മറ്റേ കോഴി കാല് കെട്ടാതെ കിടക്കുന്നത്. കാല് കെട്ടാൻ പറ്റൂല. അതിൻ്റെ തുണ്ടൻ കഷ്ണങ്ങൾ മാറ്റി വെച്ചേക്കാണ് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കുക്കറിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് മാത്രം മതി. ഇനി ഉപ്പിട്ട് മാത്രം പുഴുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതാക്കാമല്ലോ. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടുകാണ്ടായാലും അങ്ങനെ ആയാലും കുഴപ്പമില്ല. അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. ഞാൻ ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കായം തേച്ചെടുക്കുകയാണ്. വല്ലാതെ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പിന്നെ ഈ വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ആ കോഴിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ തന്നെ അതിൽ മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ കുക്കറിൽ വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കോഴി ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തൊക്കെ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഒരൊറ്റ വിസിലാണ്ട് അടുപ്പിച്ചെടുക്കുക, അത്ര മതി. അതിൽ കൂടുതൽ വേണ്ട. പിന്നെ നമ്മളിത് വേവിച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ അത് വിസിൽ അടുപ്പിച്ചതിൻ്റെ ശേഷം അത് ഞാൻ കൊണ്ട് ഓഫാക്കി വെച്ചു. അടുത്തതായിട്ട് ഞാൻ വേറൊരു കുക്കറിൽ ആ തുണ്ടൻ കഷ്ണം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വല്യുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഉപ്പ്. അപ്പോൾ അതിലേക്ക് ഞാൻ അത് മാത്രമാണ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി ചെറിയൊരു കഷ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് പൊടിയാക്കി അരിഞ്ഞുകാണ്ട് വെളുത്തുള്ളിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല വെച്ചിട്ട് പറയണം. ഞാൻ പിന്നെ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. അത് നന്നായിട്ട് 3-4 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയൊക്കെ വെള്ളം പാർന്ന് വടിച്ചിട്ടുകാണ്ട് ക്ലീൻ ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ ഒന്നാകെ അകത്തേക്ക് ചളി പോയി വിചാരിച്ച് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ അവിടെ ചോരാനൊക്കെ പോയത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നാകെ ഇതാകും. സൂപ്പിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ വിസിലടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു. അപ്പോഴേക്ക് നമുക്ക് 5 മണി ആവണേ ഉള്ളൂ. ഈ സമയമായപ്പോഴത്തിന് റാണി ഒക്കെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാതെ നിന്നത് തന്നെയാണ്. അപ്പോൾ അത് അവൾ വന്ന് അടിച്ചു വാരി നമ്മൾ തുടച്ചൊക്കെ ഇട്ട് ഞാൻ അപ്പോൾ ജസ്റ്റ് അടിച്ചു വാരി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഓരോ പരിപാടിക്ക് നിന്നാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും പെട്ടെന്ന് പണികൾ ചെയ്യാനൊക്കെ കഴിയും. പിന്നെ ഈ പെരുന്നാൾക്ക് എല്ലാവരും മൂത്താപ്പാൻ്റെ മക്കളും മരക്കളും പേരക്കുട്ടിമരക്കളും പേരക്കുട്ടികൾ എല്ലാവരും ഞങ്ങൾ എല്ലാ വീട്ടിലേക്കും പോകട്ടെ. ഞങ്ങൾ ഈ 5-8 വീട്ടിലേക്ക് എല്ലാവരും പോകും. അവർ നമ്മളെ വീട്ടിലേക്കും വരും. അപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഫുഡിങ്ങുകളാണ് ഉണ്ടാക്കൽ കേട്ടോ. എന്തെങ്കിലും ഫുഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ, ഫ്രൂട്ട് സലാഡ് പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കും. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു സൂപ്പാക്കാന്ന്. അപ്പോൾ കോഴി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കോൺഫ്ലവർ, അരിപ്പൊടി, ഉപ്പ് പിന്നെ എല്ലാം ഇട്ടുകാണ്ട് ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് റെഡിയാക്കിയാണ്ട് പിന്നെ ആ കുക്കറിൽ തന്നെ ഇട്ടേക്കാണ് കേട്ടോ. അതിലത്തെ വെള്ളമാണ് ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സുർക്കയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ആ വെള്ളം നമുക്ക് വേസ്റ്റ് ആവില്ല. ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ കുറച്ച് വെള്ളം മതി. കൂടുതൽ വെള്ളം ആയാലും നമുക്ക് ഇതാവില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ലൂസാക്കി കൊടുത്തിട്ട് ആ ചിക്കൻ്റെ മേലെ ഉള്ളിലും ഒക്കെ ഒന്നാട് കവർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് കുറേ 10 മിനിറ്റ് നേരം വെക്കാം. അപ്പോൾ അത് ഒക്കെ ഞാൻ വെച്ചാൽ ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ടില്ല. ഞാൻ ആകെ 2 കുക്കറായിട്ടാണ് ഈ പരിപാടികളൊക്കെ കഴിച്ചത്. ഒരുപാട് പാത്രങ്ങൾ എടുത്താൽ അതെല്ലാം നമ്മൾ കൈകിടക്കട്ടെ. അപ്പോൾ ഒരു അടുപ്പത്ത് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. റാണി പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കറി തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് തൂമ്പിച്ചെടുക്കും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ തലേന്ന് റെഡിയാക്കിയതാണ്. പിന്നെ ക്യാരറ്റ് സൂപ്പൊക്കെയുള്ളതാണ്. അതേമാതിരി സലാഡ്, സമ്മന്തി, തൈര് ഇതെല്ലാം ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കിയാണ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ.
തലേന്ന് രാത്രി ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കൽ. എന്നായാലും അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് രാവിലെ ആ ഇതുണ്ടാവില്ല, രാവിലെ നേരത്തെ തന്നെ എണീച്ചിട്ട് ഇത് പുറത്തേക്കൊണ്ട് വെച്ചാൽ അത് തണുപ്പാറും ചെയ്യും. അപ്പോൾ അത് ആ സൂപ്പിലേക്കുള്ള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബട്ടറാണ്. ബട്ടർ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത ബട്ടറാണ്. അപ്പോൾ അതിലൊന്ന് ക്യാരറ്റ് ഒന്നുണ്ട് വേവിച്ചെടുക്കുക, എന്നുവെച്ചാൽ ഒന്ന് അതിൻ്റെ പച്ചച്ചോയ ഒന്ന് മാറ്റിയെടുക്കുക എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ആ ചിക്കനൊക്കെ നന്നായിട്ട് ചെറുങ്ങനായിട്ട് പൊടിച്ചെടുത്തു. അതിലേക്ക് 3 പാക്കറ്റ് ഇതിൻ്റെ പൗഡർ, അതായത് സൂപ്പിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാഗി ക്യൂബിൻ്റെ കട്ടിങ് കൂടി ഇട്ടുകെട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ അതേപോലെ ഈ സൂപ്പിലേക്കും ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആളുണ്ടല്ലോ, അപ്പോൾ പിന്നെ 10-12 ഗ്ലാസ് വെള്ളം ഇതെല്ലാം കൂടി ഒരു 3 ലിറ്റർ സൂപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൂപ്പിൻ്റെ പൊടിയിലുള്ളതാണ് ഇതിലെന്തോ ഈ പൊന്തി കിടക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ചിക്കൻ സൂപ്പിൻ്റെ പാക്കറ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ക്യാരറ്റ്, അതേമാതിരി നമുക്ക് അതിലേക്ക് ബീൻസും ഉള്ളിൻ്റെ തണ്ടുണ്ടല്ലോ അതും അങ്ങനത്തെ ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ. നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് പച്ചക്കറീൻ്റെ കുറഞ്ഞതായിട്ട് ക്യാപ്സിക്കോ എല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും ഞാൻ ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും മാഗി ക്യൂബ്, പച്ചമുളക്, തക്കാളി, മല്ലിൻ്റെ ഇല എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ അതും അരിക്കനുസരിച്ച്, അതായത് ഒരു പാത്രത്തിൽ 2 പാത്രം വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് ഈ ചോറ് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇത് വളരെ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഗരം മസാലൻ്റെ പൊടികളോ അല്ലെങ്കിൽ പിന്നെ മാഗി ക്യൂബോ ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇനി മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാത്തവരാണെച്ചെങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പിൻ്റെ ഇത് നോക്കാം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാതെ നമ്മൾ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പുണ്ട്, പിന്നെ മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇതിലേക്ക് ഉപ്പ് വല്ലാതെ ചേർക്കേണ്ടി വന്നില്ല. ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പു ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് താളിച്ച സമയത്ത്. ഇനി ഇത് ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. ഒരുപാട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ കുക്കറൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വിസിലിട്ട് കൊടുക്കണം. ഈ കുക്കറിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. സാധാരണ കുക്കർ നമ്മൾ എയർ വന്നതിന് ശേഷമല്ലേ വിസിലിടുക. ഈ കുക്കറിൽ അത് പറ്റൂല. എയർ വരാത്തതിൻ്റെ മുന്നേ തന്നെ വിസിലിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വേണീൻ്റെ അടുക്കനെ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ അതാ നമ്മളെ കോഴി കിടന്ന് മുരിഞ്ഞ് പോവാട്ടോ. അപ്പോൾ നമ്മൾ കോഴി ഒക്കെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ കെട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇനി നമുക്ക് കഴിക്കണ സമയത്ത് അതിൻ്റെ കൈയും കാലൊക്കെ ഒന്ന് കെട്ട് കഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കോഴി. ഇത് ഇങ്ങനെ തിന്നാലും നല്ല ടേസ്റ്റാണ്. നിറച്ച് പൊരിക്കുന്ന കോഴിൻ്റെ കുറേ പരിപാടികൾ തന്നെയാണ് ഇതിലേക്കും നമുക്ക് ചെയ്യാനുള്ളത്. കണ്ടില്ലേ, സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഉള്ളും പുറത്തേക്കൊക്കെ നല്ലോണം എണ്ണ കയറി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സൂപ്പ് അലി എന്നാ സൂപ്പ്. അപ്പോൾ മൂത്താപ്പാരെ പേരക്കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും ആദ്യം പോയി വന്നതാണ്. ഞാൻ സാധാരണ പോവലില്ല കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ മാത്രമായി വീട്ടിലായപ്പോൾ ഞാനും പോയതാണ്. പക്ഷേ നമ്മൾ പോവാത്ത എന്താ വെച്ചാൽ കുട്ടികളെല്ലാവരും പോകും. പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലാരെങ്കിലും വന്നാൽ മടങ്ങി പോകുമല്ലോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ മൂത്താപ്പാടുള്ളവരൊക്കെ വീട്ടിൽ ജസ്റ്റ് വന്നിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ വരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിൽ വിളമ്പി വെച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയതല്ലേ, നമ്മൾ കഴിച്ചിട്ടുണ്ടെച്ചെങ്കിൽ നമ്മളത് വീട്ടിൽ നിന്ന് കഴിക്കാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ട്രേയിൽ വിളമ്പിയിട്ട് എല്ലാവരും അതിന് ടേസ്റ്റ് നോക്കി എല്ലാവരും ഇഷ്ടമായിക്കണമെന്നാണ് പറഞ്ഞത്. ഇത് ജെസ്സി ഫുഡ് കോർട്ട് എന്നുള്ള ചാനലുണ്ട് കേട്ടോ. ഇവൾക്ക് ഇപ്പോൾ ഈ വെള്ള ചുരിദാറിട്ടുകാണ്ട് ഇപ്പോൾ വണ്ടി കയറുന്ന ആൾക്ക്. അപ്പോൾ അവരെ ചാനലൊന്ന് കയറി കണ്ടു നോക്കോണ്ടി. നല്ല റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താട്ടോ ഉള്ളവർ. എൻ്റെ മൂത്ത മോനും ചെറിയ മകനും ഇതിലില്ല. ബാക്കി ഞങ്ങളെല്ലാവരും കൂടിയുള്ള ഒരു ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ യേശുക്കുട്ടി ഇങ്ങനെ ചൂടായതുകൊണ്ട് ഡ്രസ്സ് എടുത്തിട്ട് വാശി പിടിച്ചപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് ഉള്ള വീഡിയോ.